ഹലോ കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൊച്ചു പ്രവാചക കഥയുമായിട്ടാണ്. കഥയുടെ പേര് പ്രവാചകനും അനാഥ ബാലനും. ഒരു പെരുന്നാൾ ദിവസം ഒരു അനാഥ ബാലൻ മറ്റു കുട്ടികളോടൊപ്പം സന്തോഷപൂർവ്വം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ എല്ലാം മടങ്ങിപ്പോയി. പള്ളികളിലേക്കും വീടുകളിലേക്കും തനിക്കും അവരെ പോലെ പോകാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് കരയുമ്പോഴാണ് നമ്മുടെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേ വന്നത്. കരയുന്ന കുട്ടിയെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെട്ടി. എന്ത്, ഈ കുട്ടി ഇവിടെ? അവൻ കുളിച്ചിട്ടില്ല, കീറിയ വസ്ത്രങ്ങളാണ് അണിഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോൻ എന്താ കരയുന്നത്? നീ പള്ളിയിൽ പോകുന്നില്ലേ? കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പുതിയ വസ്ത്രമില്ല, ഭക്ഷണം തരാനും ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണീർ പൊടിഞ്ഞു. പാവം കുട്ടി, അവന് മാതാപിതാക്കൾ ഉണ്ടായിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ സ്നേഹപൂർവ്വം വാരിയെടുത്ത് തെരുതെരാ ഉമ്മ വെച്ചു. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു, ആയിഷ, ഇന്ന് നമുക്ക് ഒരു വലിയ അതിഥിയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പുറത്തു വന്നപ്പോൾ ഈ അനാഥ ബാലനെയാണ് കണ്ടത്. അവനെ കണ്ടു മനസ്സലിഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ ഓടിച്ചെന്നു അവനെ ഉമ്മ വെച്ചു. പിന്നെ കുളിപ്പിച്ച് വസ്ത്രങ്ങൾ അണിയിച്ചു. വസ്ത്രം ധരിച്ച് സുന്ദരനായ ആ കുട്ടിയോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരത്തിന് പോയത്. തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചതും കൂടെ തന്നെ. ഒരു അനാഥ കുട്ടിയോട് തിരുദൂതർക്കുണ്ടായിരുന്ന സ്നേഹമാണ് നാം കണ്ടത്. അതുപോലെയായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥ കുട്ടികളോട് പെരുമാറിയിരുന്നത്. നാമും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അനാഥ കുട്ടികൾ. അവർക്കുമുണ്ട് നമ്മളെ പോലെ വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും സ്കൂളിലും മദ്രസയിലും പോകാനും ആഗ്രഹം. പക്ഷെ മാതാപിതാക്കൾ ഇല്ലാത്തത് കൊണ്ട് അവർക്കതിന് കഴിയുന്നില്ല. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ യത്തീംഖാനയിലെ നിലത്തു പായ വിരിച്ച് മാതാപിതാക്കളില്ലാതെ ദുഃഖം കടിച്ചമർത്തി കഴിയുമ്പോൾ നാം മാതാപിതാക്കളുടെ പരിലാളനയും സ്നേഹവുമേറ്റ് സ്വന്തം വീട്ടിലെ കട്ടിലിലും മെത്തയിലും കിടന്നുറങ്ങുന്നു. അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ചിലപ്പോൾ ഉണ്ടാകില്ല അല്ലേ? എന്നാൽ ചിന്തിച്ചു നോക്കണം. നമ്മെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണം. അനാഥകളെ വീട്ടിൽ വരുത്തി ഭക്ഷണം കൊടുക്കണം. യത്തീംഖാനകളിലേക്ക് പണവും മറ്റും നൽകണം. അങ്ങനെയാണ് നമുക്കവരെ സഹായിക്കാൻ കഴിയുക. നാം നല്ല അന്തസ്സിൽ കഴിയുമ്പോൾ നമ്മെ പോലെ നമ്മുടെ സഹോദരന്മാരായ അവർക്കുമുണ്ടാകും പല ആഗ്രഹങ്ങളും. അത് കണ്ടില്ല എന്ന് ധരിക്കുന്നത് വലിയ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അതാണ് പഠിപ്പിച്ചത്. നമ്മുടെ സഹായ സഹകരണങ്ങൾ വഴി അവർക്ക് ഒരു പോരായ്മയും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അവർക്കും നമ്മെ പോലെയുള്ള സൗകര്യങ്ങൾ മോശമായത്. ഈ കാര്യം ഓർത്താൽ മതി. പിന്നെ നമുക്ക് അവരെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഈ കഥയിൽ നിന്ന് നിങ്ങൾ നല്ലൊരു പാഠം പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമലൈക്കും.